എവിടാ ഇട്ടിച്ചൻ? ഇച്ചായൻ വിടില്ല. എവിടെ പോയി? ഇച്ചായൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? വേണ്ട, പക്ഷെ അവൻ എവിടെ പോയാലും അവനെ ഞാൻ പൊക്കും. നീ പോയി പൊക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. പട്ടി കൊലയാടി മോനെ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്തയില്ലാത്തരം പറഞ്ഞോടാ. വേണ്ട, അവൻ വരുമ്പം പറഞ്ഞേക്ക് അച്ചൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങിന്ന്. അകത്തൊന്നും ഇറങ്ങിയില്ല, അതിനു മുമ്പേ തുടങ്ങിയല്ലടാ. കേടാ വണ്ടിയിൽ. എന്തിനാ സാറേ? അയ്യോ, കാരണം പതിപ്പിച്ചാലേ സാറ് കേറത്തുള്ളൂ അല്ലേ? കേറാ റാസ്കൽ. ഞാനിപ്പോ നീ പോക്കൂ. നാരായണനാരെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. താമ്പയ്ക്കോ? എടാ, കുറെ മുതലാളിമാര് നിന്റെ കയ്യിലുണ്ടോന്ന് വെച്ച് വീണ്ടും തല്ലാനും കുത്താനും നിന്നാണ്ടല്ലോ, ഇടിച്ച് നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സാറേ, ഇട്ടിച്ചൻ കാണിച്ചു. ചുമ്മാ എടാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു കാത്തിരിക്കായിരുന്നു ഞാൻ. നീ എന്നോ സഹായിക്കണം. സാറിനെ ഞാൻ സഹായിക്കാനോ? തുറന്നു പറയാലോ, ഞാനിപ്പോ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അടുത്ത വീട്ടുകാരൊക്കെ റോഡിന് വേണ്ട സ്ഥലം വിട്ടുതരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കള്ള നസ്രാണി മാത്രം ഉടക്കി നിൽക്കുക. അവനെ ഒതുക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇടപെട്ട വകുപ്പ് മാറും. അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചത്. അവൻ കുറച്ച് പിടിപാടുള്ളവനാ. നീ വിചാരിച്ചാലേ അവനെ ഒതുക്കാൻ പറ്റൂ. എന്താ അവന്റെ പേര്? വർക്കി, തുരുത്തേൽ വർക്കി. സാറേ, റോഡ് വെട്ടാൻ നാളെ തന്നെ ആൾക്കാരെ ഏർപ്പാടായിക്കോ. വർക്കിയുടെ കാര്യം ഞാൻ ഏറ്റു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങില്ല. സാറേ, എനിക്കും ഇതുപോലെ ആവശ്യങ്ങൾ വരും. അപ്പോ വേണ്ട രീതി സാറങ്ങ് കൈകാര്യം ചെയ്ത് തന്നാ മതി. അപ്പോ വരട്ടെ. അയ്യോ, കഷ്ടം. വണ്ടി മാറ്റി കൊണ്ടുപോടാ. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസനിക്കോ രണ്ട് ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി? അല്ല, ആരും അച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയല്ലോ. അനക്ക് അവിടുന്ന് നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ? മോളെ നോക്കിക്കണ്ട, പോത്തറച്ചി മോളത്തേക്ക് എടുത്തു കൊടുക്കും എനിക്ക്. വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി? പോത്തറച്ചി എനിക്ക് ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചു പോയോ? ഓൻ അതും ഇതൊക്കെ പറയും. നോക്കിക്കണ്ട് എടുത്തു കൊടുക്കും മോളെ. ചെല്ലി. എന്റെ കാര്യം മറക്കരുത്, വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓൻ എന്നെ തല്ലെ കുത്തിട്ട് ചെയ്തോ? ഇല്ല. ഉസ്താദിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും VIP ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇങ്ങക്ക് ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടുന്നേ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ജയിലിലിപ്പോ പഴയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാന്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ, നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് 6 മുഴ നാവാ. അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവെള്ളം അവിടെ കിടക്കാം. മതി, നിർത്തടാ. വാടാ. അപ്പൊ പോത്തിറച്ചി പോത്തറച്ചിന്റെ സൈനബാ, ഇതവിടെ എടുത്ത ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചൂട്ടി. ഈ അതോട് വെച്ചോ, ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട എനിക്ക് ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല.
കാട് 6 മാസം നാട് 6 മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൂടി പിടിക്കും. ആ ഛെ, വെള്ളം ഒഴിയടാ. ആ ഉം. ആ മതി. എന്റെ മലദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക, 2 കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടിണിക്കാനെ. ആ മതി 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 നിർത്ത. പറയുന്നു പറഞ്ഞല്ലേ പറ്റൂ. ഉസ്താദ് ജയിലിൽ പോയാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയാ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മയിങ്ങനെ ചെളിച്ച് കളിച്ച് മരിച്ച് അല്ലേ. ഓ മതി മതി നിർത്ത. നീ ആ ദീപം എടുത്ത് കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ, കത്തിക്കടാ. എടുത്ത് കത്തിച്ചൂടെ? ആ എല്ലാത്തിനും ഒരാള് കാണുന്ന വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാനെ. എങ്കിൽ ആ. പോയായിരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ 3 നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? ഹ്, എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടക കൊണ്ട. ഒറ്റ പട്ടിക്ക് നന്ദിടാ നന്ദി. ഉസ്താദ് പട്ടീന്ന് വിളിച്ച് തന്നെയാണോ? ഛെ, അല്ലടാ, ആ കള്ള കഴിവേറി ഇട്ടിച്ചനെ ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാമെന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഹാ, നിർത്തടാ നിന്റെ ഉപദേശം. ആ അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ ആ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണ? ആ വേണം, ഇപ്പൊ തന്നെ മാറണ? ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം. ഉസ്താദ് തടി ഞാൻ പാടാം. പോരമ്മാമി കൊയിലൂതണി ചങ്കരമ്മാമി താളടിച്ചണ്, ഇത് കണ്ടിട്ടോ താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ. കൊച്ചിന്റെ ചെന്നെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ കോട പോടണ കോട്ടങ്ങണ്ട അയ്യപ്പം താരാ. ശ്രീരാമനും അച്ചമണനും അഞ്ഞിനെ 2 തോയിമാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണതമ്മോ. പരമവി 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 എന്താ എന്നെ കൊണ്ട് പാടാൻ വയ്യ. നീ പാടിയേ പറ്റൂ. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. നിനക്ക് അമ്മേ! മതി, എനിക്ക് മടുത്ത് ചവിട്ടും കൂട്ടും. ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണ്ടെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. പോവന്നെയാ? ആ ആ എന്നെ ചവിട്ടിയല്ലേ? ഓ എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല. ഞാനിനി പഠിച്ച കാര്യമൊത്തില്ല. ഇറങ്ങി പോടാ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്കാ? ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. ശരാ കാത്തിരിക്കണേ. ഉസ്താദെ, ഉസ്താദെ എഴുന്നേൽക്ക്. എന്തിനുറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയാ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി ഈ പടിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്നു മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല, അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസാ. ആ ഒരു ബീഡിങ് എടുത്ത്. അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. എവിടെ പോയി കിടക്കുന്നത്? ആവശ്യം നേരത്ത് മഞ്ഞൾ പോവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും ഖുശ്ബുവും ഒക്കെ ഉണ്ടോടാ? പുഷ്പിന് ഉണ്ടാവില്ല. പുഷ്പ് കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ആ ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളിൽ കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. പുഷ്പ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? ആ മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഉസ്താദ്. ഹലോ നഴ്സമ്മേ,
സുഖാണോ? ഞാൻ വരുന്നു എന്ന് കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? നെയ്സമ്മയുടെ പോകണ്ട ഒരുമാതിരി വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. ആ. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അതെ നടക്കട്ടെ ഇങ്ങട്. അത് വീടിന്റെ ഒരു ഐശ്വര്യ. ആ ആ. അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി പറഞ്ഞതിനെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. വേനെടുക്കണ്. വരുന്നുണ്ട് നാശം. മനുഷ്യൻ ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ആ മാറ് വെള്ളം എടുക്കൽ പിന്നെ ആ. നീ എന്തായാലും നോക്കി പഠിപ്പിക്കണേ. ഒരു കുടം എന്തിനാ? എടുത്ത് മാറ്റി പറഞ്ഞാൽ വയസ്സായില്ലേ എവിടേക്കാ നോക്കണേ? കർമ്മ നിന്റെ അപ്പ നിന്റെയാ. നീ പോയി പിടി. ഞാൻ കൂട്ടല്ല അതിന് ഞാൻ പുള്ളി തുടങ്ങല്ലേ ഉസ്താദേ? എന്താ സുഖം തന്നെയല്ലേ? ഒഴിക്കടാ, ഒഴിക്കേ. ആ. വെള്ളമെടുക്കുന്ന പെൺകുട്ടി സുമേ, കുളിക്കുന്നോ? നമ്മുടെ ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി. അങ്ങനെ കിന്നരിച്ചോമെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ. ദാ, പുറന്തേക്ക്. എന്താ നോക്കുന്നേ? മണിയാ, കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്. ആ സ്കൂളിന്റെ പേരെന്താ? അത്മാശ പേര് കൊണ്ട് പറഞ്ഞേ. ഉസ്താദ് നമുക്കൊന്ന് അവിടത്തെ വരെ പോകണ്ടോ? നാണോ മനുമില്ലാത്ത വൃത്തികെട്ടവൻ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയ്യാളാ. എങ്ങനെയുണ്ട് ഉസ്താദ്? മനീഷ മണിയാ, കൊയ്യാളിയോട് വെള്ളം എടുത്തോളാ. മനീഷ വെള്ളം എടുത്തോളൂ. അവൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം എടുത്തിട്ട് നിങ്ങൾ വെള്ളം എടുത്താ മതി. എടുത്തോടി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി കാണും. ആ, അങ്ങേര് പോണേ പോട്ടടി. പിന്നെ ഞാൻ കെട്ടിക്കോളാം. നിന്റെ തോലയിൽ ഇഴറ്റി വീഴോടാ കാലമോടാ. അയ്യോ അപ്പൊ അത് മനസ്സിലായില്ലേ? ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയ്യാളിക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒഴിക്കടാ വെള്ളം. അത് കുളിച്ചാട്ടെ. ഓ, ഒന്ന് വേഗം ഇറങ്ങാശാനെ. ആളുണ്ട്. ആ വരൂ. സേതുരാമ സാറ് പൂജാമുറിയില്ല. എന്റെ കൂട്ടനായരെ, സേതുരാമ സാർ വിചാരിച്ച് നടക്കുന്ന കാര്യം ഒന്നും പേടിക്കണ്ട. സുപ്രഭാതം. ഇരിക്കൂ.